KCB ഒരു സുപ്രഭാതത്തിൽ പറയുന്നു 100 കോടി ലാഭത്തിലാണ് ഓടുന്നത്. കുറച്ച് കഴിയുമ്പോൾ പറയാം അല്ല കണക്കേറ്റി. ബിവറേജ് കോർപ്പറേഷൻ പറയും ഇത് തന്നെ ഞങ്ങൾ ലാഭത്തിലാണ്. പിറ്റേ ദിവസം പറയുന്നു കണക്ക് തെറ്റിപ്പോയതാണ്, 500 കോടി നഷ്ടത്തിലാണ്. സർക്കാരിൻ്റെ ഒരു കാര്യത്തിലും കണക്കില്ല. ചേർത്തല ഭാഗത്തുള്ള ഒരു ലേഡി 11 മാസമായിട്ട് കറണ്ട് ബില്ല് അടയ്ക്കാണ്ട്, ഒരു ലൈറ്റും ഒരു മോട്ടറും മാത്രം ഉപയോഗിക്കണം. അവർക്ക് 11 മാസമായിട്ട് അവരുടെ വൈദ്യുതി ഇല്ലാണ്ട് പോലും 19,000 സംതിങ് രൂപ ബില്ല് വരും. ഈ 10,000 രൂപ അല്ലെങ്കിൽ അതിനകത്ത് താഴത്ത് വരുമാനം കിട്ടുന്ന ഇവരെങ്ങനെ ഒരു കുടുംബം നടത്തും? അതിൻ്റെ ഇടയ്ക്ക് ഇത്രയും വലിയ ബാധ്യതയും കൂടി തലയ്ക്ക് വന്നു. അത് പറ്റത്തില്ല, അത് ഒഫൻസാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കണക്ക് പഠിക്കാൻ പറഞ്ഞപ്പോഴും കണക്ക് കാണിക്കുന്നില്ല, ഒന്നുമില്ല. നമസ്കാരം. കഴിഞ്ഞ 2023 അവസാനം ഞാൻ കേരള ഹൈക്കോടതിയിൽ KCBയുടെ അഴിമതികൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ ഹൈക്കോടതിയെ സമീപിക്കേണ്ടത്. അത് സമീപിക്കാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് വാഹനങ്ങൾ, അതായത് ഞാൻ ഹർജി കൊടുക്കുന്ന സമയത്തെ കണക്ക് പ്രകാരം കേരളത്തിൽ മാത്രം 1.5 ലക്ഷം ഇലക്ട്രിക് വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഓൾറെഡി നമ്മളൊരു ചാർജിങ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ചാർജ് കുത്തണം, അല്ലെങ്കിൽ വീട്ടിലെവിടെയാണെന്ന് വെച്ചാൽ ചാർജ് ചെയ്യണം. ഇതിൻ്റെ വൈദ്യുതി നമുക്ക് പ്രൊഡക്ഷൻ പുതിയത് ഉൽപ്പാദിപ്പിക്കുന്നില്ല. കൂടാണ്ട് തന്നെ ഈ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് അതിന് പുറത്തുനിന്ന് കറണ്ട് എടുക്കണം, അത് വേണം ഇത് വേണമെന്നും പറഞ്ഞുകൊണ്ടാണ് ഇവർ 20 പൈസ പെർ യൂണിറ്റിന് കൂട്ടി. കഴിഞ്ഞ 2023 സെപ്റ്റംബറിൽ കൂട്ടിയത്. അങ്ങനെ കൂട്ടി, അതായത് ഒരു യൂണിറ്റിനാണ് കൂട്ടുന്നത്. ഒരു സാധാരണക്കാരൻ്റെ ഒരു വീട്ടിൽ പോലും 200 യൂണിറ്റിന് മേളിൽ ഉപയോഗം നടക്കുമ്പോൾ 40 രൂപയ്ക്ക് മുകളിലാണ് നമ്മുടെ കയ്യിൽ നിന്ന് എക്സ്ട്രാ ചാർജ് പോകുന്നത്. അതും അതിൻ്റെ GST മറ്റതും മറിച്ച് എല്ലാം കൂടി വരുമ്പോൾ നല്ലൊരു എമൗണ്ട് വരും. എനിക്ക് മാത്രം ഞാൻ കേസ് ഫയൽ ചെയ്യുന്ന സമയത്ത് എനിക്ക് വന്നത് 1,700 ചില്ലാൻ രൂപയാണ്. അങ്ങനെ ഞാൻ ഹർജി കൊടുത്തു. ഹർജി കൊടുക്കാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ ഒരു കാര്യത്തിലും കണക്കില്ല. എല്ലാ വർഷവും കൃത്യമായിട്ട് ഓഡിറ്റ് നടത്തണം. അതിപ്പോൾ എൻ്റെ സ്ഥാപനമായാലും മറ്റേ എന്ത് സ്ഥാപനമാണെങ്കിലും കൃത്യമായിട്ട് ഓഡിറ്റ് നടത്തണം. അതിനകത്ത് ഓഡിറ്റില്ല. KSRTCയിൽ ഞാൻ വിവരാവശ്യം വെക്കുമ്പോൾ ഇതിനകത്ത് ഓഡിറ്റില്ല. 2016 മുതൽ ഓഡിറ്റ് നടത്തിയിട്ടില്ല എന്ന് വ്യക്തമായ എനിക്ക് കണക്ക് വന്നേക്കുക. എന്ന് പറഞ്ഞ പോലെ എല്ലാത്തിലും KCB ഒരു സുപ്രഭാതത്തിൽ പറയുന്നു 100 കോടി ലാഭത്തിലാണ് ഓടുന്നത്. കുറച്ച് കഴിയുമ്പോൾ പറയാം അല്ല കണക്കേറ്റിപ്പോയത്. ബിവറേജ് കോർപ്പറേഷൻ പറയും ഇത് തന്നെ ഞങ്ങൾ ലാഭത്തിലാണ്. പിറ്റേ ദിവസം പറയുന്നു കണക്ക് തെറ്റിപ്പോയതാണ്, 500 കോടി നഷ്ടത്തിലാണ്. അങ്ങനെ ഇതിനകത്ത് പ്രൊഡക്ഷൻ ഇല്ലാതെ ഈ പറയുന്ന പോലെ വൈദ്യുതി വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ അത് എങ്ങനെ നമ്മൾ നാളെയും ബാധ്യത ഞാനും നിങ്ങളും അടക്കം എല്ലാവരും സഹിക്കണം. നമുക്ക് ഇലക്ട്രിക് വാഹനമുണ്ടോ? ഇല്ല. അപ്പോൾ ഇങ്ങനെ പോകുന്ന തട്ടിപ്പ് നമ്മൾ ചോദ്യം ചെയ്തിട്ടുണ്ട്. ആ ചോദ്യം ചെയ്ത് ഹർജി സമർപ്പിച്ചു. അവരോട് കണക്ക് കാണിക്കാൻ പറഞ്ഞപ്പോൾ അല്ല കണക്കൊന്നുമില്ല, അവർ തിരിച്ചു തന്ന കൗണ്ടറിൽ പോലും കണക്ക് പോലും കാണിച്ചിട്ടില്ല. അത് തെറ്റാണ്. ഞാനപ്പോൾ ഹൈക്കോടതിയിൽ കേസ് പരിഗണനയിലിരിക്കുവാണ്. അതിനകത്ത് നടപടി വേണം. കാരണം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരു വ്യവസായ സൗഹൃദ നാട് എന്നൊക്കെ പലപ്പോഴും അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ളൊരു പ്രൊഡക്ഷൻ വേണം. ഇപ്പോൾ എൻ്റെ ആലുവ ഈസ്റ്റിലെ ആയിട്ട് ഞാൻ എൻ്റെ അടുത്ത സുഹൃത്താണ്. ഞാനതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി ഓൾറെഡി ഒരു പ്രൊജക്റ്റ് വെച്ചിട്ടുണ്ട്. 2014 വെച്ചൊരു പ്രൊജക്റ്റാണ്. അതായത് നമ്മുടെ ഇടുക്കിയിൽ നിന്നും ഉൽപ്പാദിപ്പിച്ച വെള്ളം പെൻസ്റ്റോക്ക് വഴി താഴത്തേക്ക് ഒഴുകി വരുന്നത് മറ്റൊരു സംവിധാനം വെച്ച് മുകളിലേക്ക് കയറ്റി വീണ്ടും പ്രൊഡക്ഷൻ ഉൽപ്പാദിപ്പിക്കലാണ്. അങ്ങനെ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഇപ്പോൾ ഉണ്ടാവുന്ന 1,500 മെഗാവാട്ട് വൈദ്യുതിയുടെ ഒരിരട്ടിയും കൂടെ വരും. അപ്പോൾ 3000 മെഗാവാട്ട് വൈദ്യുതി വരും. ഈ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുമ്പോൾ നമുക്ക് പുറത്തുനിന്ന് എടുക്കുന്ന കറണ്ട് നിസ്സാരം മതി. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്ന ഈ പറയുന്ന വേനലിലാണ് 5000 മെഗാവാട്ടിന് മുകളിലാണ് അവർ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള 2000 മതി. ഇതല്ല ചെയ്തേക്കണം. ഇത് ഓൾറെഡി 1500 കഴിഞ്ഞ് ബാക്കിയുള്ള വൈദ്യുതി എല്ലാം മേടിച്ചേക്കോ. ഇതിൻ്റെ കണക്ക് എവിടെയാണ്? കണക്ക് ചോദിച്ചിട്ട് ഇതേവരെ അവരാരും പറഞ്ഞിട്ടുമില്ല. അപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ നാളെ വലിയൊരു ബാധ്യതയിലേക്ക് പോകും. ഇപ്പോൾ ഡൽഹി പോലെയുള്ള സംസ്ഥാനങ്ങളിൽ 200 യൂണിറ്റ് സൗജന്യ വൈദ്യുതിയുണ്ട്. അവർക്ക് ബസ്സിൽ ഫ്രീയാണ്. ഇവിടെയോ? ഇവിടെ വിദ്യാർത്ഥികൾക്ക് എവിടെ ഫ്രീ? സ്ത്രീകൾക്ക് എവിടെ ഫ്രീ? ഇതൊന്നുമില്ല. അത് കൂടാണ്ടാണ് നമുക്ക് ബാധ്യത കയറി വരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കുടിവെള്ളത്തിൽ പോലും 13 രൂപയ്ക്ക് കുറച്ചു. 13 രൂപയ്ക്ക് കുറച്ചത് വീണ്ടും തിരിച്ച് 20 രൂപയിലേക്ക് വന്നു. അപ്പോൾ ഈ ബാധ്യത എല്ലാ ബാധ്യതയും നമ്മൾ സഹിക്കുകയും വേണം. നമുക്കതനുസരിച്ചുള്ളൊരു പ്രോഫിറ്റ് നമുക്കില്ല. ഇപ്പോഴും 10,000 രൂപയ്ക്ക് താഴെ പണിയെടുക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഇന്നും കേരളത്തിലുണ്ട്.
മിനിമം വേജസ് ഇത്രയുണ്ട് എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും അതൊന്നുമില്ല. അപ്പോൾ ആ ബാധ്യതയൊക്കെ ഞാൻ സഹിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയാണ് ഈ കഴിഞ്ഞൊരു ചേർത്തല ഭാഗത്തുള്ള ഒരു ലേഡി 11 മാസമായിട്ട് കറണ്ട് ബില്ല് അടയ്ക്കാണ്ട്, ഒരു ലൈറ്റും ഒരു മോട്ടറും മാത്രം ഉപയോഗിക്കണം. അവർക്ക് 11 മാസമായിട്ട് അവരുടെ വൈദ്യുതി ഇല്ലാണ്ട് പോലും 19,000 സംതിങ് രൂപ ബില്ല് വരുന്നത്. അപ്പം ഇങ്ങനെ ഓരോ ബാധ്യതയും സഹിച്ചു കഴിഞ്ഞാൽ ഞാൻ നാളെ എങ്ങനെ അടയ്ക്കും? ഞാൻ മാത്രമല്ല, ഇവിടെയുള്ള ഈ 10,000 രൂപ അല്ലെങ്കിൽ അതിനകത്ത് താഴത്ത് വരുമാനം കിട്ടുന്ന ഇവരെങ്ങനെ ഒരു കുടുംബം നൽകും? അതിൻ്റെ ഇടയ്ക്ക് ഇത്രയും വലിയ ബാധ്യതയും കൂടി തലയ്ക്ക് നമുക്കോ? അത് പറ്റത്തില്ല, അത് ഒഫൻസാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കണക്ക് പഠിക്കാൻ പറഞ്ഞപ്പോഴും കണക്ക് കാണിക്കുന്നില്ല, ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നിയമപരമായിട്ട് നീക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനം.